ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് വിഷുവാണ്. ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ കണി കണ്ടിട്ടുണ്ട്. നിങ്ങളും നല്ലൊരു വിഷു ആഘോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡിയായിട്ട് നേരെ ചേച്ചിയെ പിക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കായിരിക്കും എന്നാണ് കേട്ടോ കണ്ണൻചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയില്ല, നമ്മളവിടെ പോയി നോക്കണം. അപ്പോൾ ഇപ്പം ഞങ്ങളിത് റെയിൽവേ ഗേറ്റ് അടച്ച് കിടക്കുകയാണ്. ഇനി എത്ര മണിക്കോടെ എത്തുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുമ്പോൾ നമ്മുടെ വിഷു ആഘോഷവും പരിപാടികളൊക്കെ ആയിരിക്കും. നിങ്ങളും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കഴിക്കാനും വിഷു ആഘോഷിക്കാനും ഒക്കെ റെഡി ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ് ഓഫ് ലൈഫ് അൺസ്ക്രിപ്റ്റഡ് ബൈ ശ്രീദേവി ശ്രീധർ. നമ്മുടെ നാട്ടിൽ വിഷു സമയത്തൊക്കെ ഉള്ളത് വളരെ റെയറായിട്ടാണ് കേട്ടോ. ഇതുവരെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ അച്ഛനും അമ്മയുടെയും കൂടെ ഒന്നും വിഷു ആഘോഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിഷു വളരെയധികം സ്പെഷ്യലാണ്. അമ്മ രാവിലെ തന്നെ കണിയൊക്കെ കാണിച്ചു. ഏകദേശം 4:30 ആയപ്പോൾ നമ്മൾ എണീറ്റെങ്കിലും നമ്മളിവിടെ അമ്പലത്തിലെത്താൻ ഏകദേശം 6-6:30 ആയി കേട്ടോ. ചേച്ചീനെയൊക്കെ പോയി പിക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കൂടി റെഡിയായൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് സമയം എടുത്തു. ഈ എല്ലാവരും കൂടി എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ചേച്ചിയും അഭിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കാണ്. സദ്യ ഉണ്ടാക്കണം, പിന്നെ പപ്പി ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുൾ അടുക്കള പരിഹരണത്തിലാണ്. എന്താ ഇപ്പൊ പറഞ്ഞത്? എന്തായാലും സംഭവം ഇതാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ സമയത്ത് കാലത്തൊക്കെ ഇറങ്ങണമെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ കുറേ സമയമൊക്കെ ക്യൂ നിന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അമ്പലത്തിൽ പൂജയൊക്കെ കാരണം ക്യൂ നീങ്ങുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും വീട്ടിലെത്തില്ല എന്ന്. പിന്നുള്ള ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടേക്കൊന്ന് കറങ്ങിയിടങ്ങുന്ന ഒന്ന് കാണാമെന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാനും അഭിയും ചേച്ചിയും കൂടെ പുറത്ത് നിന്ന് ആദ്യം തൊഴുതു. അതിനുശേഷം ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഇന്നെന്താണെന്നറിയില്ല, നാവ് അങ്ങോട്ട് വഴങ്ങുന്നില്ല. നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഇവിടെ അടുക്കളയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കലൊക്കെയാണ് കേട്ടോ. സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാറ്, ചോറ്, ഇമാതിരി സാധനങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ച് പരിപ്പും പിന്നെ പായസം ഉണ്ടാക്കണം, പിന്നെ പപ്പടം പൊള്ളിക്കണം. ഇത്രേ ഉള്ളൂ. ചേച്ചിനെ നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ വിട്ടത്. അപ്പോൾ അവിടെ പോയിട്ട് മുത്തിനെ പിക്ക് ചെയ്ത് അവളെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കുകയാണ്. അബി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെ എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ഈ സദ്യക്ക് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പപ്പണിയായ പപ്പടം പൊള്ളിക്കാം. പപ്പടം ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോഴേക്കും ചിപ്പി ചേച്ചിയും മുത്തും ഇങ്ങോട്ട് എത്തി കേട്ടോ. അവൾ അങ്ങനെ റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചി അപ്പം തന്നെ അടുക്കളയിലേക്ക് കടന്നു. ഇനി പായസം ഉണ്ടാക്കൽ നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കണക്കുകൾ ഗുണിച്ചും ഹരിച്ചും ഒക്കെ ചേച്ചി അവിടെ നോക്കുന്നു. വെള്ളം അവിടെ എത്ര വേണം, പാൽ എത്ര വേണം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. നമുക്കിതിനെക്കുറിച്ച് യാതൊരു വിധ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് മാറി നിന്ന് കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എനിക്ക് ഈ സദ്യയുടെ കൂടെ അടപ്രഥമൻ കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ്. അത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാന്ന് അമ്മ പറയും. എന്നാലും ചേച്ചി അമ്മയും കൂടെ അതെനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പായസത്തിന്റെ അവസാന പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഒരു കാറിന്റെ ഹോണടി ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. ശബ്ദമല്ല, ശബ്ദം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നാവ് മൊത്തത്തിൽ പ്രശ്നമാണ്. ആരാണ് ഈ വന്നിരിക്കുന്നത് നോക്ക്. ഇതാണ് നമ്മുടെ കേശൂട്ടനും മിത്തുവും. ഈ നിൽക്കുന്നത് നമ്മുടെ മുത്തുക്കാന്താരി. പപ്പിച്ചേച്ചിയും ഷീലാപ്പച്ചിയും കാറിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഷീലാപ്പച്ചിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പതുക്കെ പിടിച്ച് കൊണ്ടുവരുവാണ് കേട്ടോ. കേശുവിനെ മിത്തുവിനെ ഞാൻ കുറേ അധികം നാളായി കേട്ടോ കണ്ടിട്ട്. പക്ഷെ അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവൻ കുഞ്ഞതായിരിക്കുമ്പോൾ എല്ലായിടത്തും വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ അടുക്കാൻ ഒരു പ്രശ്നക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഷൈനസും കാര്യങ്ങളും ഒക്കെ മാറി. ഇപ്പൊ നല്ല കൂട്ടാണ് കേട്ടോ. പപ്പിച്ച് ദൂരെ നിന്ന് തന്നെ നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ എടുക്കുന്നതെന്ന്. അങ്ങനെ ഒരു ചെറിയ നാണത്തോടു കൂടി രണ്ടുപേരും ഇങ്ങോട്ട് വരുവാണ്. ബുദ്ധിമുട്ടുണ്ടല്ലേ? നല്ല ക്ഷീണമില്ല. ഒരു മാസത്തേക്കുണ്ടല്ലോ. നമുക്കിവിടെ വീട്ടിൽ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ അധികം സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കും, കുറേ സാധനങ്ങൾ ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കും. അങ്ങനെ ഒരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് പച്ചടി. ഷീലാപ്പച്ചി അതിൽ സ്പെഷ്യലാണ്. ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഓണത്തിനാണെന്ന് തോന്നുന്നു ഷീലാപ്പച്ചി എനിക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി തന്നു കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു ബിഗ് ഫാനാണ്. എപ്പോൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയാലും ഷീലാപ്പച്ചിയുടെ വകയാണ് പിന്നീട് ബീട്രൂട്ട് പച്ചടി. അങ്ങനെ ഇപ്രാവശ്യം ഒരു കൂട്ടം സാധനങ്ങളുമായിട്ടാണ് ഷീലാപ്പച്ചി വന്നേക്കുന്നത്. അതിൽ കുറേ അധികം ബീട്രൂട്ട് പച്ചടി ആയിരുന്നു. അപ്പോൾ അഭി പറയുകയാണ് കേട്ടോ, ഇത് ഒരു വർഷത്തേക്കുള്ള ബീട്രൂട്ട് പച്ചടി ഉണ്ട്.
വെന്ത് പൊടിഞ്ഞ അത് വെള്ളത്തിടുമ്പോഴേ അങ്ങ് പൊടിഞ്ഞാവും. നമ്മള് വേവിക്കണ്ട വേറെ. അപ്പലന്റെ അല്ല ഒന്ന് എടുത്തോട്ടെ. മുണ്ട കൊടുത്തിട്ട് വന്നില്ല. മുണ്ടേ എന്താണ് വിഷയമായിട്ട്? കുറെ നാൾക്ക് ശേഷം എല്ലാവരും കൂടെ വീട്ടിലുള്ളപ്പോൾ വീട് ഫുള്ളൊരു ബഹളമായിരുന്നു. പിന്നെ ഈ കുട്ടി പട്ടാളം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. വിഷു ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സ്പെഷ്യൽ പരിപാടിയാണല്ലോ ഈ വിഷു കൈനീട്ടം എന്നുള്ളത്. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഞാനും സച്ചും തമ്മിൽ ഭയങ്കര അടിയായിരുന്ന ഒരു സാധനമായിരുന്നു ഇത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടുക എന്നുള്ളത്. ഇപ്പം നമ്മൾ അതൊക്കെ മാറി കൈനീട്ടം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. എന്നാലും നമുക്കത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണെങ്കിലും അപ്പോൾ ഇതേ നമ്മൾ കുട്ടി പട്ടാളങ്ങളൊക്കെ നിരത്തി നിർത്തി ഇങ്ങോട്ട് കൈനീട്ടം കൊടുക്കുകയാണ്. പപ്പി ചേച്ചി പിന്നെ എന്ത് പരിപാടി ഓർഗനൈസ് ചെയ്യാനും മിടിക്കുകയാണ്. അതിനിടയിൽ കൂടെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, അടുത്ത പ്രാവശ്യം ഇനി വിഷുവും ഓണമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സദ്യയൊക്കെ ഓർഡർ ചെയ്യാം. കാരണം അമ്മ ഞങ്ങളുടെ അടുക്കളയിലായി പോന്നു, മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി. അബി അതിനിടയ്ക്ക് അമ്മേനെ സഹായിക്കാൻ എന്ന വ്യാജേനെ അടുക്കളയിൽ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ സദ്യയിലൂടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ആ ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഉച്ചയ്ക്ക് ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ റെസ്റ്റ് എടുത്ത് വന്ന് കഴിയുമ്പോഴേക്കും ദേ കഴിഞ്ഞു വിഷുവും ആ സദ്യയും ഓണവും ആഘോഷവും എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെയാണ് ഏറ്റവും നല്ല ഫീലിംഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ നമ്മുടെ വീട്ടിൽ വിഷുവിന് സദ്യ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അബിക്കും കണ്ണഞ്ചേട്ടന് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ അവസാനത്തെ തട്ടിക്കൂട്ടിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നു. പാവ അമ്മ അങ്ങനെ അതും ചെയ്തു. അങ്ങനെ നമ്മൾ വിഭവ സമൃദ്ധമായിട്ട് ഇതേ സദ്യ കഴിച്ചിരിക്കുകയാണ്. ഈ സദ്യ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഒരു ഇമോഷനാണ്. അതിന് ഏറ്റവും വലിയ കാരണം എല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും നല്ലൊരു മഴ വരുന്നുണ്ടായിരുന്നു. ഒരു കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കാറ്റും മഴയൊന്നും പെയ്യുന്നതുമില്ല, എന്നാൽ ഒരു മഴക്കോളമൊക്കെ ഉണ്ട്. അതൊരു അടിപൊളി വെതറല്ലേ. അപ്പം ദേ പപ്പി ചേച്ചി ഇവിടെയുള്ള ചെടിയൊക്കെ എന്തൊക്കെയോ പറിക്കുന്നു. പപ്പി ചേച്ചിക്ക് പിന്നെ എവിടെ പോയാലും ചെടി പറിക്കലാണ്. നമ്മുടെ വീട്ടിലുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ചെടിയാണോ മരമാണോ എന്നറിയില്ല. അത് പക്ഷേ കാണാൻ നല്ല രസമുള്ളൊരു സാധനമാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഈ ഔട്ട്ഡോർ സാധനങ്ങളെല്ലാം തന്നെ അച്ഛനാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത്. അച്ഛനാണ് ഈ ചെടികളൊക്കെ വെക്കുന്നതും. വൈകുന്നേരം ആയപ്പോൾ ഞാനും അബിയും കൂടെ ജസ്റ്റ് ഒന്ന് ഇരവിപുരം വരെ പോവുകയാണ്. ഇവിടെ നല്ല പോലുള്ള ചായക്കടികൾ കിട്ടും കുറേയധികം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്ത ഉള്ളിവടയാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്തൊന്നും അങ്ങനെ ഒരു സാധനം കിട്ടത്തേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിയിട്ട് വന്ന് എല്ലാവരും കൂടെ കഴിച്ചു. രാത്രി ആയപ്പോഴേക്കും പപ്പി ചേച്ചിയും ചിപ്പി ചേച്ചിയും കൂടെ പൊറോട്ടയുടെ ഇടയ്ക്ക് ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്തൊരു സാധനം ഉണ്ടാക്കി. നമ്മൾ കുത്തു പൊറോട്ടയെന്നോ സ്റ്റഫ്ഡ് പൊറോട്ടയെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അങ്ങനെ അത് കഴിക്കാനുള്ള വയറ് എനിക്കുണ്ടായില്ല. പക്ഷെ അബി എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫുഡിങ് ഡേ ആയിരുന്നു. ഇനി ഇതൊക്കെ എന്നാണോ എന്തോ ബേൺ ചെയ്ത് കളയാൻ പോണത്. അങ്ങനെ ഈ വിഷു ആഘോഷവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സന്തോഷവും സമാധാനവും ആഘോഷങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസം. ഇത് വളരെയധികം ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്ളോഗാണെന്ന് എനിക്കറിയാം. സാഹചര്യങ്ങളുടെ കുറച്ച് സമ്മർദ്ദം കാരണം നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എന്നാലും ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യേണ്ടെന്നും. പിന്നെ ഈ വീഡിയോസ് ഒന്നും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല. എല്ലാം ഓരോ ഓർമ്മകളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ നമുക്ക് റെഡിയായി നാട്ടിലേക്ക് പോകണം. അതായത് നമ്മുടെ എറണാകുളത്തേക്ക് പോകണം. ഓഫീസിൽ പോകണ്ടേ, പണിയൊക്കെ എടുക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും ആഘോഷിക്കാൻ അടുത്ത പ്രാവശ്യം കാശുണ്ടാവില്ല. രാവിലെ എണീറ്റപ്പോൾ അമ്മ നല്ല പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറേ അധികം സാധനങ്ങൾ പാക്ക് ചെയ്തും തന്നു. ഇനി നമുക്ക് കൊച്ചിക്ക് പോവാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.